ബന്ധിടിപ്പിച്ച പാർട്ടിയുടെ അഡ്രസ്സ് ഒന്ന് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇടിച്ച പാർട്ടിയുടെ ഒരു അഡ്രസ്സ് കിട്ടുമോ? ആയിട്ടെങ്കിൽ താ. ഇടിച്ച പാർട്ടിയുടെ ഡ്രൈവ് ചെയ്ത പാർട്ടിയായിരുന്നു. എന്താ സംഭവിച്ചത്? എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ മല കയറാൻ വേണ്ടി വന്നതായിരുന്നു. എവിടുന്നാ? ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾ പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് വികാരിച്ചിന്റെ നേതൃത്വത്തിൽ കുരിശുമല കൂപ്പള്ളി കുരിശുമല കയറാനായിട്ട് വന്നതാണ്. ഞങ്ങളൊരു 45-50 വണ്ടികളോളം പൊൻകുത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം വണ്ടികൾ നമ്മുടെ അമൽജ്യോതിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഉള്ളത്. നമ്മുടെ പാർക്കിംഗ് ഫുള്ളായതുകൊണ്ട് ഞങ്ങൾ ഈ റോഡ് സൈഡിൽ കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തു. നമ്മുടെ ഒരു വണ്ടിയാണ് ഇത്, പാർക്ക് ചെയ്തിരുന്ന വണ്ടിയാണ്. അത് റോഡിൽ നിന്ന് കട്ടിങ്ങിന് വെളിയിലിറക്കി പാർക്ക് ചെയ്തിരുന്ന വണ്ടിയാണ്. ആ വണ്ടിയിലാണ് കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്ന് കൂപ്പള്ളി ഭാഗത്തേക്ക് പോയ ഒരു സ്വിഫ്റ്റ് കാറ് വന്ന് ഇടിച്ച്. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടിയാണ്. അതിൻ്റെ ഏതാണ്ട് ടോട്ടൽ ലോസിലേക്ക് തന്നെ പോകുന്നുണ്ട് കാര്യങ്ങൾ. കാരണം ചില ഫ്രണ്ട് ബോണറ്റ് പറഞ്ഞു. ആ ഇടിയുടെ ആഘാതത്തിൽ സൈഡിൽ നിന്ന് ഇലക്ട്രിക് പോസ്റ്റ് കൂടെ തകർത്തുകൊണ്ടാണ് വണ്ടി വലിയൊരു അപകടം ഉണ്ടായിരുന്നു. എവിടുത്തുകാരുടെ ഇടിച്ച വണ്ടി മുക്കുടാർ താമസിക്കുന്നു. പുള്ളിക്ക് എരുമയിൽ ഒരു മോട്ടോർ ഇവെന്റിങ്ങിന്റെ ഷോപ്പുണ്ട്. അതിന്റെ പേര് ജോയി എന്നാണ്. അയ്യനോലിൽ വീട്ടുപേര്. പുള്ളിയുണ്ട്, പുള്ളിയുടെ മകളുണ്ട്, വേറെ ഡ്രൈവറുണ്ട്. വണ്ടി മറ്റേ വണ്ടിയുടെ ഉടമസ്ഥന്റെ പേര് ജോസഫ് പി ഡി എന്നാണ്. പുള്ളിയുടെ വീട്ടുപേര് വടക്കേമുറി പൊൻകുന്നം. നിങ്ങളൊരു കേസില്ലാതെ തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാതെ മറ്റേ ഇപ്പോൾ രണ്ട് വണ്ടിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എഴുതിയിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. എൻ്റെ പുള്ളിയേട്ടാ ഇതൊക്കെ പറഞ്ഞത് ഇത് വർഷം താന്ന് വന്നു ഞാൻ വണ്ടി ഇത് വെള്ളം അടിച്ചത് 26,000 ഞാൻ ബുക്കിൻ്റെ പേപ്പർ വിശ്വസിച്ച് എല്ലാം ഉണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉള്ള ആളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിപ്പോൾ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വണ്ടി ഇടണ്ട, 2 വണ്ടി എടുത്ത് പിന്നെ ഇതിലേക്ക് പോസ്റ്റിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് ഒട്ട ഒഴിഞ്ഞു പോയില്ല. അതിൻ്റെ നേരം പോലെ